നീ എന്താ ഒരുമാതിരി ഡെങ്കിപ്പനി വന്ന പോലെ? എടാ നിനക്കത് എന്ത് പറ്റി? അയാൾ പറഞ്ഞതിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ട്. സ്വന്തം മുതലാളിയെ ബോസേട്ടാ നമുക്കിട്ട് എന്തോ ഒരു പണി വരുന്നുണ്ടെന്നൊരു തോന്നല്. കണ്ടാ അവന് തുടങ്ങി അവന്റെ ഒടുക്കത്തെ ഓരോ തോന്നലുകള്. പിന്നെ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഭയങ്കര പുണ്യം കിട്ടുന്ന ജോലിയല്ലേ. എടാ എടാ രക്ഷപ്പെടാൻ വേണ്ടി ഒരു വഴി തെളിഞ്ഞാന്ന് വിചാരിച്ചാൽ മതി. അതേടാ അങ്ങനെ അങ്ങ് വിചാരിക്കേ. എടാ ബോസേട്ടാ ഞാൻ എത്ര നാളാടാ നമ്മൾ ഈ സൈക്കിളും കേട്ട് നാട്ടുകാരുടെ പ്രാക്കും കേട്ട് ജീവിക്കണത്? എടാ 1.5 കോടിയാ കിട്ടാൻ പോണത്. 1.5 കോടി. അപ്പന്റെ അമ്മയുടെയും കൂടെ കഴിഞ്ഞ വീട് നിനക്ക് തിരിച്ചു പിടിക്കണ്ടേ? അതുപോലെ ഓരോ കാര്യങ്ങള് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇല്ലടാ. ചാക്കോ, നീ ഇനി വേറെ ഒന്നും ആലോചിക്കണ്ട. ചാകേണ്ടി വന്നാലും ആ കാശുമ്പ കൈക്കലാക്കും. അതോടുകൂടി നാട്ടുകാരെ സൈക്കിള് മോട്ടിക്കുന്ന പരിപാടി നമ്മൾ അവസാനിപ്പിക്കും. എന്താ, സമ്മതിച്ചോ? സമ്മതമാണെങ്കിൽ ഈ വിരലൊന്ന് തൊട്ടേ. സമ്മതം സമ്മതം. മാത്യു സാറായിരിക്കും. ആ പറ സാറേ. ഞങ്ങൾ ഇപ്പൊ ഇറങ്ങും. റെഡിയല്ലേ? ഓ പറഞ്ഞത് മറക്കണ്ട. വെട്ടും കുത്തും ഒന്നും പാടില്ല. എന്ത് വന്നാലും ഓക്കെ സാറേ. എന്താണത്? എടാ വലിയ പരിചയമില്ലാത്തൊരു പരിപാടി ആയതുകൊണ്ട് ഒരു ധൈര്യത്തിന്. ആ ധൈര്യം വേണ്ട. അല്ല ഒരു സ്വയരക്ഷ. നീ ഒന്ന് എന്തടത്? വരുന്നുണ്ട്. ആ മാറിക്കോ മാറിക്കോ. എന്താടോ? റോഡ് ബ്ലോക്കാണെന്ന് തോന്നുന്നു സമി. പോകാൻ പറ്റുമോ? നോക്കട്ടെ സമി. അങ്ങേരിറങ്ങി. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. അതെ, ഒരു കാരണവശാലും പേര് വിളിക്കരുത്. പേര് വിളിച്ച കൊല്ലുമന്നി. അങ്ങോട്ട് ചെല്ലുക. കാറ് ചെന്ന് പണെടുക്കാൻ നോക്കാം. വേഗം ചെല്ലുക. എടാ മാറിക്കോ, പോലീസ്! പോലീസ് പുറകിലുണ്ട്. എനിക്ക് തല കിടക്കുന്നു. എന്റെ കൈ മറക്കുന്നു. എന്റെ കയ്യിൽ നിന്ന് പോകുന്നത് ഈ വണ്ടി ഓടിക്കോ. വണ്ടി എടുത്തോ, ഞാൻ എടുക്കാം. നീ ഇറങ്ങും, ഞാൻ എടുക്കാം. രമേശ